അടുത്ത കാലത്ത് റഷ്യയും ഉക്രൈനും തമ്മിൽ നടന്ന യുദ്ധത്തിൽ ഉക്രൈൻ ഈ ഡ്രോണുകൾ വിജയകരമായി ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കരുതിയത് ഈ പറയുന്ന ഇറാൻ റഷ്യയ്ക്ക് നൽകിയ ഡ്രോണുകൾ ഉപയോഗിച്ച് അവർ മേൽക്കൈ നേടുന്നു എന്നാണ്. അങ്ങനെയല്ല, തായ്വാനിലെ ഈ കീലുണ്ട് സിറ്റിയിൽ പ്രവർത്തിക്കുന്ന ഡ്രോൺസ് വിഷൻ്റെ മികച്ച ഡ്രോണുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. റിവോൾവർ 860 കോമ്പാക്ട് ഡ്രോൺ ഉൾപ്പെടെയുള്ളവ അവർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് തൈവാനുമായിട്ട് ഒരു കരാറിലേക്ക് ഏർപ്പെടാം എന്നൊക്കെ ഇവർ വിചാരിച്ചത്. പക്ഷേ പാകിസ്ഥാൻ ഇന്ന് വരെ ഒരു ഓർഡർ പോലും നൽകിയിട്ടില്ലെന്നും ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു ചർച്ചയോ സാങ്കേതികവിദ്യയോ പ്രതിരോധം തുടങ്ങിയ മേഖലകളിലുള്ള സഹകരണമോ ഉണ്ടാക്കിയിട്ടില്ല എന്നും തായ്വാൻ വ്യക്തമായിട്ട് പറയുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ശ്രീലങ്ക പിന്മാറുന്നു. ഇവിടെ തായ്വാൻ ഡ്രോൺ നൽകിയിട്ടില്ല, ഇനി ഒരു കരാറിന് ശ്രമിച്ചാൽ പോലും ഞങ്ങൾ അതിനോട് സഹകരിക്കില്ല. കാരണം ഇത് ഹൈടെക് കമ്മോഡിറ്റീസ് എന്ന് പറയുന്ന വിഭാഗത്തിലാണ് ഡ്രോണുകളെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഏതെങ്കിലും രാജ്യവുമായിട്ട് ഇത്തരത്തിൽ കരാറുകൾ ഏർപ്പെടുമ്പോൾ അതിന് തൈവാൻ എന്ന് പറയുന്ന ഭരണകൂടത്തിൻ്റെ അനുമതി മേടിക്കണം. അപ്പോൾ അത്തരത്തിലുള്ള അനുമതി ഇല്ലാതെ ഞങ്ങൾ ഈ ഇടപാടുകൾ നടത്തത്തില്ല. അപ്പോൾ പാകിസ്ഥാന് ഇങ്ങനെ ഡ്രോണുകൾ നൽകാനായിട്ട് ഭരണകൂടം അനുമതി നൽകില്ല. കാരണം ഇന്ത്യയുമായുള്ള ദൃഢമായ ബന്ധം വെച്ചുകൊണ്ട് തന്നെ. പാകിസ്ഥാൻ 2020-25 കാലയളവിൽ ഏതാണ്ട് 200 മുതൽ 500 മില്യൺ ഡോളർ വരെ ചെലവാക്കിയിരുന്നു ഈ ഡ്രോണുകൾ വാങ്ങാനെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതിൽ തന്നെ വിങ്ലൂങ് സെക്കൻഡ് CH-4 പോലെയുള്ള ഡ്രോണുകൾ ചൈനയിൽ നിന്നാണ് വാങ്ങിയത്. അതിന് 130 മുതൽ 240 മില്യൺ ഡോളർ വരെ ചെലവഴിച്ചു. അതുപോലെ തന്നെ തുർക്കിയിൽ നിന്ന് UAV പോലെയുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വാങ്ങാൻ 75 മുതൽ 200 ഡോളർ ചെലവഴിച്ചു. അതല്ലാതെ അവർക്ക് പാകിസ്ഥാൻ നേരിട്ട് ഈ തൈവാനിൽ നിന്ന് എന്തെങ്കിലും ഡ്രോണുകൾ വാങ്ങുകയോ ഇടപാടുകൾ നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ തൈവാൻ കമ്പനിയുമായി കരാറുണ്ടെന്ന് മാധ്യമങ്ങളിലൂടെ വാർത്ത സൃഷ്ടിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. എന്തായാലും തൈവാൻ ഒരു കാരണവശാലും പാകിസ്ഥാനുമായി സഹകരിക്കില്ല. അവരുടെ ഓർഡർ കിട്ടിയിട്ടില്ല. പാകിസ്ഥാൻ്റെ ഈ നേവി അവരുമായിട്ട് അടുത്ത് നിൽക്കുന്ന യൂണിവേഴ്സൽ സ്മാർട്ട് മിലിറ്ററി സിസ്റ്റംസ് ആണ് സാധാരണഗതിയിൽ ഇത്തരം കരാറിലേക്ക് വരേണ്ടത്. പക്ഷേ അവരുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്ന് തൈവാൻ പറഞ്ഞിരിക്കുന്നു. ഇനി കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.